തീർച്ചയായും രക്ഷിതാക്കൾക്ക് അല്പം പ്രതീക്ഷ നൽകിയതും കുഞ്ഞിനെ പുലർച്ചെ കന്യാകുമാരിയിൽ കണ്ടു എന്ന ഈ മൊഴിയും അതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൻ്റെയും വിവരങ്ങൾ കുടുംബത്തെ DCP ഭരത് റെഡ്ഡിയും ACP നിയാസും ധരിപ്പിച്ചിട്ടുണ്ട്. അവർക്കാണ് ഈ കേസ് അന്വേഷണത്തിൻ്റെ ചുമതല. ഇനി അറിയേണ്ടത് കുഞ്ഞ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്ര ദൂരം സഞ്ചരിച്ചു പോയിട്ടുണ്ടാവും എന്നാണ്. കുഞ്ഞെവിടെയുണ്ട്, ഏതെങ്കിലും സ്ഥലത്ത് പാവം തളർന്നുറങ്ങുന്നുണ്ടാകുമോ എന്നതാണ്. കാരണം ഇന്നലെ രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുഞ്ഞിന് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യമേ ഉണ്ടായിരുന്നില്ല. ആകെയുള്ളത് 40 രൂപ. അപ്പോൾ കുഞ്ഞൊരു പക്ഷേ ഭക്ഷണം കിട്ടാതെ ഇന്നലെ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ തളർന്ന് ഉറങ്ങിക്കഴിയുന്നുണ്ടാകുമോ? എവിടെ നിന്ന് വെള്ളം കുടിച്ചു എന്ന ചോദ്യം പോലും പ്രസക്തമാണ്. ഒരുപക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ കുഞ്ഞ് വെള്ളം കുടിച്ചതിന് ശേഷം പുറത്തേക്ക് പോയിട്ടുണ്ടാവാം. അപ്പോൾ കുഞ്ഞ് എവിടെയെങ്കിലും തളർന്ന് കിടപ്പുണ്ടാകുമോ എന്നൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ പ്രസക്തമായത്. എന്തായാലും ആ വിവരങ്ങൾ, നിർണായകമായ വിവരങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. റോഷി പാൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി TV പ്രസാദും കന്യാകുമാരിയിൽ തന്നെ തുടരുന്നുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടി റോഷി പാലിലേക്ക് ഒന്ന് പോകണം. റോഷി പാൽ പല ആളുകളോടും ഫോട്ടോ കാണിച്ച് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. എല്ലാവരും തരുന്ന ഉത്തരം ഒന്നാണ്, ഇല്ല കണ്ടിട്ടില്ല എന്നാണ്. പക്ഷേ തെരച്ചിൽ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. അവിടെ സാധ്യതയുള്ള CCTV കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മുന്നിലുള്ള ഹോട്ടൽ തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും നമുക്ക് വേണമെങ്കിൽ അന്വേഷണം തുടരാവുന്നതാണ്. എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഹലോ അരുൺകുമാർ, ഒന്ന് ഈ മേഖല ഇപ്പോൾ നമ്മൾ ബീച്ച് ഭാഗത്തേക്കാണ് ഞാനും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് വിനയനും ഇപ്പോൾ ഏതാണ്ട് ഈ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ ഈ റെയിൽവേ സ്റ്റേഷൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള പരിസരങ്ങളിൽ ഏതാണ്ട് കടകളിലൊക്കെ കയറി ഇറങ്ങി അവിടെയുള്ള ആളുകൾക്ക് ചിത്രം കാണിച്ച് നമ്മൾ ഈ കുട്ടിയെ കണ്ടോ എന്ന് ചോദിച്ചു. അതിന് പുറമെ അവിടെ പരിസരത്തുണ്ടായിരുന്ന ഒരു മലയാളിയുടെ കട, പോലീസ് സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്ന മലയാളിയുടെ കടയിലെ CCTV ക്യാമറ, ഒരു ക്യാമറ പൂർണ്ണമായും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബീച്ചിലേക്ക് പോകുന്ന ഭാഗത്തേക്ക് തിരിച്ചു വെച്ച ക്യാമറ പൂർണ്ണമായും ഏതാണ്ട് ഒരു 5:30 മുതൽ 5:30 മുതൽ ഏതാണ്ട് ഒരു 6:30 വരെയുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചു. അത് ഇനി അതിൻ്റെ അടുത്ത ക്യാമറ പരിശോധിക്കാൻ ആ കടയുടമ മലയാളിയാണ്, കഴക്കൂട്ടം സ്വദേശിയാണ്. അയാൾ പരിശോധിക്കാമെന്ന ഉറപ്പിലാണ് ഞങ്ങൾ കൂടുതൽ സമയം വഹിക്കാതെ ബീച്ച് ഭാഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും കുട്ടിയുണ്ടോ എന്ന ഒരു പരിശോധനയാണ്. ബസ് സ്റ്റാൻഡ് പരിസരത്തൊക്കെ പോലീസുണ്ട്, അവർ പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം, ഈ മേഖലയാകെ നമ്മുടെ കുട്ടി, കേരളത്തിൽ നിന്നും ഒരു കുട്ടിയെ കാണാതായിട്ടുണ്ട്. ആ കുട്ടി കന്യാകുമാരിയിലുണ്ട് എന്ന വിവരം അറിഞ്ഞു കഴിഞ്ഞു. എല്ലാവരും എന്ന് നമ്മളോട് ചോദിക്കും. നേരത്തെ നമ്മൾ ഏറ്റവും നമുക്ക് വലിയ സന്തോഷം തന്ന ഒരു കാര്യം, കന്യാകുമാരി ടൗണിൽ വളരെ പെട്ടെന്ന് ഒരു 2 വീലർ പോകുമ്പോൾ അതിന് ചേസ് ചെയ്ത് പോലീസ് ആ വണ്ടി തടഞ്ഞിട്ടു. അവിടെ ഞങ്ങൾ നിൽക്കുന്ന ഇടത്ത് നമുക്ക് ദൃശ്യങ്ങൾ പൂർണ്ണമായും പകർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അവിടെ ഓടിയെത്തിയപ്പോൾ തമിഴ്നാട് പോലീസ് ഈ കുട്ടിയാണോ എന്ന സംശയം കൊണ്ട് തടഞ്ഞിട്ടതാണ്. ഞങ്ങളോട് ചോദിച്ചു, ഈ കുട്ടിയാണോ നമ്മൾ തിരയുന്ന കുട്ടിയെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുകയാണ്. അവർ എല്ലാ മേഖലകളിലും അവർ സെർച്ച് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നു. ഓട്ടോക്കാരൻ 350 പേരുള്ള ഒരു ഓട്ടോ വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ പല ചിത്രങ്ങൾ, ഈ കുട്ടിയുടെ പോലീസ് കൈമാറിയ ഈ വേഷമല്ലാതെ മറ്റു വേഷത്തിലുള്ള ചിത്രങ്ങളടക്കം അവർ പങ്കുവെച്ചുകൊണ്ട് പരിശോധന നടത്തുന്നു. ഏതാണ്ട് കുറേ കടകളിൽ ഞങ്ങൾ കയറി ഇറങ്ങി. ഇനി നമ്മൾ പരിശോധിക്കേണ്ട ഈ ബീച്ച് ഏരിയയാണ്. ഇവിടെയൊക്കെ എവിടെയെങ്കിലും ഈ കുട്ടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്, സുരക്ഷിതയായി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ മിക്ക കടകളും ഇപ്പോൾ രാവിലെ ഇപ്പോൾ തുറന്നതായിരിക്കാം, കാരണം ഇവിടെ അത്ര സജീവമാവുന്നേ ഉള്ളൂ ബീച്ച്. എങ്കിൽ പോലും നമുക്ക് ഇവിടെയുള്ള ആൾക്കാരടുത്ത് ചോദിക്കാവുന്നതാണ്. നമ്മൾക്ക് കുറേ പേരൊക്കെ മലയാളികളാണ്, അത് നമുക്ക് ഏറെ ഗുണം ചെയ്യും. അത് ചേട്ടാ, ഈ കുളന്തയെ കണ്ടോ? മിസ്സിംഗ് ആണ്. കണ്ടില്ലല്ലോ. എത്ര മണിക്കാണ് നമ്മുടെ കട തുറന്നത്? രാവിലെ 5 മണി തുറക്കും. 5 മണി തുറക്കും. ഇങ്ങോട്ട് കണ്ടില്ല അല്ലേ? ഇല്ല.